ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിയുടെ വീട്ടിലേക്ക്, വസതിയിലേക്ക് KSU മാർച്ച് നടത്തുന്നു. പ്രതിഷേധത്തിൽ ജലപീരങ്കി പ്രയോഗം നടത്തുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. KSU പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മന്ത്രിയുടെ വസതിയിലേക്ക് KSU പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവിന്റെ കോലം കത്തിച്ചു KSU പ്രവർത്തകർ. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തുഗ്ലക് പരിഷ്കാരങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി R. ബിന്ദു രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് KSU പ്രവർത്തകർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവിന്റെ വീട്ടിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിലാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. മന്ത്രിയുടെ വീട്ടിലേക്കുള്ള KSU പ്രകടനം പോലീസ് വഴിയിൽ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ജലപീരങ്കിയും പ്രവർത്തകർക്ക് നേരെ പ്രയോഗിക്കുന്നു. ഇപ്പോഴും പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന് മുകളിൽ നിന്നുകൊണ്ട് പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സ്ഥലത്ത് തന്നെ തുടരുകയാണ് KSU പ്രവർത്തകർ. TS ഹരികൃഷ്ണ വിശദവിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരികൃഷ്ണ, KSU നടത്തുന്ന മാർച്ച് സംഘർഷഭരിതമാണോ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് KSU മന്ത്രി R. ബിന്ദുവിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. വസതിക്ക് സമീപം മാർച്ച് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. ഇപ്പോൾ പോലീസുകാർ ബാരിക്കേഡിന്റെ ഒരു വശത്തും പ്രവർത്തകർ ബാരിക്കേഡിന്റെ മറുവശത്ത് നിന്ന് നിൽക്കുകയാണ്. പ്രവർത്തകർ മുദ്രാവാക്യ വിളികളുമായി ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധം തുടരുകയാണ്. ജലപീരങ്കി 3 തവണ പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചു പോലീസ്. ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പിന്മാറാതെ തിരുവനന്തപുരത്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിയിലേക്ക് KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിലാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. അങ്ങോട്ടേക്കുള്ള വഴിയിൽ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് പ്രവർത്തകരെ തടഞ്ഞു. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ ഇപ്പോഴും തുടരുകയാണ്.